വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങളും ഞങ്ങളും ഒരുപോലെ റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാൻ പറയാൻ പോകുന്നത് റിസൾട്ട് വന്നു കഴിഞ്ഞാലുള്ള കാര്യത്തെ പറ്റിയാണ്. അപ്പം നിങ്ങൾ ഫുൾ A+ പ്രതീക്ഷിച്ച് നിൽക്കുന്ന മക്കളായിരിക്കും. സപ്പോസ് ഒരു A+ കുറഞ്ഞു പോയി, അല്ലെങ്കിൽ 2 A+ കുറഞ്ഞു പോയി, അതോടുകൂടി നിങ്ങൾക്കൊരു ചിന്ത വരും, എനിക്കെല്ലാം അവസാനിച്ചു, എനിക്കിനി +1 അഡ്മിഷൻ കിട്ടൂല, എനിക്കിനി ഹയർ സ്റ്റഡിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ഡോക്ടർ ആവാൻ പറ്റില്ല, എനിക്ക് എഞ്ചിനീയർ ആവാൻ പറ്റില്ല. ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ SSLC റിസൾട്ട് അല്ലെങ്കിൽ ഫുൾ A+ കൊണ്ട് എല്ലാം ആയി എന്ന് കരുതരുത്. അല്ലെങ്കിൽ ഒരു A+ കുറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ 2 A+ കുറഞ്ഞത് കൊണ്ടോ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതരുത്. നിങ്ങളുടെ ഈ SSLC ബുക്ക് കൊണ്ട് 2 ഉപയോഗമുള്ളത്. ഒന്ന്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് +1 അഡ്മിഷൻ. ഒന്നാമത്തെ കാര്യം ഓക്കെയാണ്, മാർക്കുണ്ട്, A+ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അതിലുണ്ടാവും. രണ്ടാമത്തത് +1 അഡ്മിഷനാണ്. മക്കൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കെല്ലാവർക്കും പഠിക്കാനുള്ള സീറ്റ് ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ നിങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞ വർഷം ഏകദേശം 20,000-ലധികം സീറ്റ് വേക്കൻ്റ് ആണ് കേരളത്തിൽ. ഈ വർഷം ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ് 7 ജില്ലകളിലായിട്ട് 30% സീറ്റ് വർദ്ധിപ്പിക്കുമെന്ന്, 30%. അതായത് 7 ജില്ലകൾ എന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ കഴിഞ്ഞ വർഷം സീറ്റിൻ്റെ ലഭ്യത കുറവുള്ള 7 ജില്ലകളിൽ 30% സീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ +1 അഡ്മിഷനെ പറ്റി ഒന്നും ബോധർ ചെയ്യേണ്ട. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു കുട്ടി ഏതോ ഒരു എക്സാമിന് തോറ്റിട്ട് അവരുടെ പാരൻറ്റ് കേക്ക് മുറിക്കുന്ന ഒരു വീഡിയോ മക്കൾ കണ്ടു കാണുന്ന കരുതുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നത്, ആ പാരൻസ് കേക്ക് മുറിക്കുന്നത് ആ കുട്ടിയുടെ തോൽവി ആഘോഷിക്കാനല്ല. ആ തോൽവി എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇനി പഠിക്കാനുള്ള ഊർജ്ജമാണ് ആ കേക്ക് മുറിയിലൂടെ ആ പാരൻസ് കൊടുക്കുന്നത്. അപ്പോൾ പാരൻസും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഒരു A+ കുറഞ്ഞത് കൊണ്ടോ 2 A+ കുറഞ്ഞത് കൊണ്ടോ എല്ലാം അവസാനിച്ചു എന്ന് കരുതരുത്. ഇനിയുള്ള പഠനം നിങ്ങൾ +1 +2 എങ്ങനെ പഠിക്കുന്നു, അതാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്. അവിടെയാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്. +1 +2 തന്നെയാണ് ഓക്കെ. ഇനി നമ്മൾ റിസൾട്ട് വന്ന ഉടനെ തന്നെ നമ്മൾ +1 അലോട്ട്മെൻ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നമുക്ക് ഈ ചാനൽ അവൈലബിൾ ആയിരിക്കും. മക്കൾ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഓക്കെ.